കേരളത്തിലെ ഏറ്റവും വലുതും മറ്റൊന്നില്ലെന്ന് തോന്നുന്നു കൂടൽമാണിക്യം പോലെ ഭരതനെ ആരാധിക്കുന്ന ക്ഷേത്രം സംഗമേശ്വരനാണ്. ഭരതക്ഷേത്രമായ കൂടൽമാണിക്യ ക്ഷേത്രം, പക്ഷേ വിഷ്ണുവിൻ്റെ അവതാരം എന്ന നിലയ്ക്കാണ് ഭരതനെ, അങ്ങനെയാണ്, വിഷ്ണു സങ്കല്പത്തിലാണ്. കൂടൽമാണിക്യ സ്വാമിയുടെ നടയിൽ തിരുമുന്നിൽ ഭക്തരെല്ലാം ഒരുപോലെയാണ്. പക്ഷേ അവിടെ ക്ഷേത്രത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ജീവനക്കാരിൽക്ക് ജാതി വിവേചനം അടിച്ചേൽപ്പിക്കുന്നു തന്ത്രി എന്നാണ് പുതിയ വിവാദം. ബാലു എന്ന് പറയുന്ന ഒരാൾ കഴകക്കാരൻ, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിന് കഴകത്തിൻ്റെ ജോലി ചെയ്യുന്നതിൽ നിന്ന് തന്ത്രി വിലക്കി. ബാലു പറയുന്നുണ്ട്, ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൂടിയിട്ട് വീണ്ടും അദ്ദേഹത്തെ കണക്ക് എഴുതാൻ വേണ്ടി മാറ്റിയെങ്കിലും പഴയ പോലെ പുനഃസ്ഥാപിക്കാം, പഴയ പോലെ കഴകത്തിലേക്ക് വിടാൻ തീരുമാനിച്ചു. ഞാൻ ഇനി അങ്ങോട്ട് പോകണില്ല. എന്നെ ആ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം അവിടുത്തെ തന്ത്രി മിണ്ടാറില്ലായിരുന്നു, കണ്ട ഭാവം നടിക്കാറില്ലായിരുന്നു. ചീഞ്ഞ് നാറിയ ജാതി ചിന്ത കൊണ്ടു നടക്കുകയാണോ ഈ നാട്ടിലെ ചില മുഷിഞ്ഞ പൂണൂൽധാരികൾ? എനിക്ക് ഇത് അങ്ങനെ ഒരു ജാതി വിവേചന പ്രശ്നമായിട്ട് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ജാതി വിവേചനം ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഉണ്ടാകരുത് എന്നുള്ളതാണ് എന്നും എൻ്റെ നിലപാട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അത് മൊത്തത്തിൽ ഭരണസമിതി CPM ആണ്, അഡ്മിനിസ്ട്രേറ്റർ ബാലുവിന് CPM പശ്ചാത്തലമുണ്ട്, അമ്മാവൻ അറിയപ്പെടുന്ന CPM-കാരനാണ്, ബാലുവിന് DYFI പശ്ചാത്തലമുണ്ട്. എങ്കിലും ഇവിടെ കയറുമ്പോൾ അദ്ദേഹം 5 ലക്ഷം രൂപ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതും കൂടി ബാലു പറയട്ടെ. അങ്ങനെ ആരോപണമുണ്ട്. അപ്പം അങ്ങനെ അല്ല, ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ബോർഡ് വഴിയാണ് നിയമിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. ആ നടപടിക്രമത്തിൽ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? അതാണ് നടപടിക്രമങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് വാഗ്ദാനം ചെയ്തിരുന്നോ ഇദ്ദേഹത്തിന് ഓഫീസ് ജോലി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നോ? ഇപ്പൊ ബാലു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ മാറ്റിയ സ്ഥലമുണ്ടല്ലോ ഓഫീസ്, അവിടെയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, അല്ലാതെയാണെങ്കിൽ മറ്റേ കഴകത്തിന്റെ പണിക്ക് ഞാനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കഴകം പണി എന്ന് പറഞ്ഞാൽ എന്താ? പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാര്യർമാരാണ് അമ്പലങ്ങളിലൊക്കെ പൂ കെട്ടുന്നത്, മാല കെട്ടുന്നത്. അതാണ് തെക്കേ വാര്യത്തിന്റെ, കൂടൽമാണിക്യം തെക്കേ വാര്യത്തിൻ്റെ ജോലി. ആ അത് ഈ കഴകം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു കുടുംബത്തിന് മാറ്റിവെച്ചിരിക്കുന്ന ജോലിക്ക് തന്നെയാണ് കഴകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എൻ്റെ സഹപ്രവർത്തകനായിട്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി നേരത്തെ ഉണ്ടായിരുന്നു, മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്നു ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കഴകം ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ഞങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ചൊവ്വല്ലൂർ സാറിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള കയറ്റവും അവിടെ ഒക്കെ വളരെ എളുപ്പമാണ്, വലിയ സ്വാധീനമൊക്കെ ഉള്ളതാണ്. അപ്പോൾ പടച്ചോറ് എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് അമ്പലത്തിൽ വെക്കുന്ന ചോറ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ചെയ്യും, കഴകക്കാരെന്നുള്ളതിലേക്ക്. കഴകം എന്നുള്ള വാക്കിൽ തന്നെ അതൊരു കുടുംബത്തിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കമ്മിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് 2 മാസത്തെ കഴകം, പിന്നെ 10 മാസം അവർ സ്ഥിരമായിട്ട് അവർ തന്നെ ആ ജോലി അവർക്കറിയാവുന്നതുകൊണ്ട് മാലകെട്ട് ആ പണി, അതാണ് കഴകത്തിൽ. പക്ഷേ അത് രാവിലെ 3 മണിക്ക് തുടങ്ങും, പിന്നെ രാത്രി 10 മണി വരെയും ചിലപ്പോൾ ഇരിക്കേണ്ടിയും വരും. പക്ഷേ നട അടയ്ക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ഇരിക്കണ്ടല്ലോ. ആ സമയത്തൊക്കെ ഇരിക്കണ്ട. ഒരു 10 മണി 11 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടല്ലേ തുറക്കുള്ളൂ? പിന്നെ വൈകിട്ടേ തുറക്കുള്ളൂ. അതെ, പക്ഷേ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്നുമില്ല. മാത്രമല്ല മാല നേരത്തെ കെട്ടി വെക്കണമല്ലോ, ആ സമയത്ത് അണിയിക്കാനുള്ളതൊക്കെ. പക്ഷെ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റിട്ടുള്ള ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ അവർ കോടതിയിൽ പോകാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് ഓഫീസിലേക്ക് മാറ്റിയപ്പോൾ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ, കാരണം ആ ജോലിയിലേക്കല്ല റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ബാലുവിനെ, അപ്പോൾ ഓഫീസിലുള്ള ആളുകൾ കേസ് കൊടുക്കുമോ എന്നുള്ള പ്രശ്നവും അപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കി. അപ്പോൾ ഒരു പ്ലാൻഡ് കളിയാണ്. അത് ശരിക്കും ആസൂത്രണം ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു കളിയാണ്. പക്ഷേ അതിനകത്ത് അത് ശരിയായിരിക്കാം. ഈ കേസിൽ അങ്ങനെ ഒരു CPM അല്ലെങ്കിൽ DYFI
ബുദ്ധി വർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ കൂടൽമാണിക്യത്തിലെ കാര്യങ്ങളെല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ ചാനലിലേക്ക് വരുന്നതിന് മുമ്പ് പത്രത്തിലായിരുന്നല്ലോ, സാറിന് അറിയാവുന്ന പോലെ. ആ സമയത്ത് കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു കൂത്തമ്പലമുണ്ട്. കൂത്തമ്പലം ദേവസ്വത്തിൻ്റെ പൊതു ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. 2 കോടി രൂപയോളം, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാണ്, സബ്ജക്റ്റ് ടു കറക്ഷൻ, ഭീമമായൊരു തുക ഉപയോഗിച്ച് നിർമ്മിച്ച കൂത്തമ്പലത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കൂടിയാട്ട കലാകാരിയെ കപില വേണു ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ കൂത്ത ആടാൻ അനുമതി നിഷേധിച്ചു. കാരണം ഒരു കുടുംബത്തിൽപ്പെട്ട ചാക്യാന്മാർക്ക് മാത്രമേ അവിടെ കൂത്താടാൻ പറ്റൂ. അമ്മന്നൂർ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടിയുള്ള. എന്നിട്ട് ഞാൻ ഈ കുടുംബത്തിലെ കാരണവരുമായിട്ട് ഫോണിൽ സംസാരിച്ചു. എൻ്റെ ഫോണിൽ ഇപ്പോഴും അതിൻ്റെ വോയിസ് റെക്കോർഡറായിട്ട് കിടപ്പുണ്ട്. അതങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. കാരണം സർക്കാരിൻ്റെ ദേവസ്വത്തിൻ്റെ പൊതു ഫണ്ട് ഉപയോഗിച്ച് ലക്ഷങ്ങളല്ല, കോടി, 1 കോടി രൂപയോ 2 കോടി രൂപ അടുത്ത് മുടക്കിയിട്ടുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഞാൻ കൃത്യം ഫിഗർ ഓർമ്മിക്കുന്നില്ല. അവൾ പ്രിപ്പയർ ചെയ്ത് വന്നതല്ലോ, പെട്ടെന്ന് അവൾ സംസാരിക്കുന്നതാണ്. അവിടെ ഞങ്ങളുടെ കുടുംബക്കാർ മാത്രം മതി, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അത് വിവാദമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തരം ഇങ്ങനെ കൂത്തമ്പലങ്ങളിൽ ചാക്യാർ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നുള്ള ആക്ഷേപം ഉള്ളത് ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ ശ്രദ്ധപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഈ ഇവിടെ വടക്കുന്നാഥിൽ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല, ഉണ്ടെങ്കിൽ അത് മാറ്റിയിരിക്കും, അവിടെ എല്ലാവർക്കും പ്രവേശനം നൽകും എന്നോട് പറഞ്ഞു. അത് നടപ്പായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നടപ്പായി എന്ന് എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ഞാൻ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ വിളിച്ചു. രാധാകൃഷ്ണനും ഒരു അഴകുഴമ്പൻ മറുപടിയാണ് പറഞ്ഞത്. കാരണം ഈ രാധാകൃഷ്ണന് വലിയ പരാതിയായിരുന്നല്ലോ. അദ്ദേഹം അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് അമ്പലത്തിലെ പൂജാരിയെ തൊടാൻ പറ്റാത്തല്ല പുള്ളിക്ക് പരാതി. കാരണം ഈ അമ്പലത്തിൽ ശ്രീകോവിലിനുള്ളിൽ കയറി പൂജ ചെയ്യുന്ന പൂജാരി കുളിച്ച് ശുദ്ധം ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും സ്പർശിക്കത്തില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുന്ന ഒരാളാണ് രാധാകൃഷ്ണൻ. അങ്ങനെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ കൂടൽമാണിക്യത്തിലെ ഈ കൂത്തമ്പലത്തിൽ മറ്റു സമുദായക്കാർക്കും കൂത്ത് അവതരിപ്പിക്കാനുള്ള കപില വേണുവിനെ പോലെ ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഒരു കലാകാരിക്ക് പോലും അവസരം നിഷേധിച്ചതിന് പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ ജാതി ഒരു ഘടകമാണ്. അപ്പോൾ ഈ കൂത്തമ്പലം എന്ന് പറയുന്നത് കൂത്താടാൻ വേണ്ടി കോടികൾ മുടക്കി, അല്ല സാർ ഇതൊന്ന് കേൾക്കൂ, കൂത്തമ്പലം കോടികൾ മുടക്കി ഉണ്ടാക്കുന്നു. ഈ കുടുംബത്തിൽ എങ്ങനെങ്കിലും സംഭവിക്കും, ഈ കുടുംബത്തിൽ കൂത്ത് നടത്തുന്ന ആളുകൾ പിന്നെ ഇല്ലാതായാൽ ഈ കൂത്തമ്പലത്തിൽ അപ്പോഴും ആർക്കും കയറാൻ പറ്റില്ലേ? ഈ വേണുജിയുടെ ഒരു പുസ്തകമുണ്ട് കൂത്തിനെ പറ്റി. വേണുജിയുടെ മോളാണല്ലോ. അതെ അതെ. അപ്പൊ വേണുജി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അവസാനത്തെ ചാക്യാര് തിരുവഞ്ചുക്കുളം ക്ഷേത്രത്തില് കൂത്തവതരിപ്പിച്ചിട്ട്, ഞാൻ അതിലാണ് ഈ സംഭവം വായിച്ചത്, കൂത്തവതരിപ്പിച്ചിട്ട് ഈ ആഭരണങ്ങളൊക്കെ അഴിച്ച് അവിടുത്തെ ഉത്തരത്തിൽ വെച്ചിട്ട് കാശിക്ക് പോവുക എന്നുള്ളതാണ് ഈ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചു പോരുന്നത് എന്ന് പറഞ്ഞിട്ട്. ആ കാലത്ത് ആ വാചകം സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ ബേസ് ചെയ്ത് അന്നൊരു കഥ എഴുതുന്ന കാലമായതുകൊണ്ട് ഒരു കഥയൊക്കെ എഴുതിയിരുന്നു. ഈ അവസാനത്തെ കൂത്ത് എന്ന് പറയുന്നത് അതെങ്ങനെയായിരിക്കണം എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നാമത് ഈ ചാക്യാർമാർ കൂത്ത് അവതരിപ്പിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ അമ്മന്നൂർ കുടുംബത്തിന് മാത്രമാണ് അവിടെ കൂത്ത് അവതരിപ്പിക്കുക എന്നുള്ള സിസ്റ്റം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു ചാക്യാർമാർക്കൊക്കെ അവിടെ അത് അവതരിപ്പിക്കാനായിട്ട് സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോമും കൂടി കിട്ടും. അതെ, അത് മാത്രമല്ല അതിന് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. കൂത്തമ്പലത്തിന് അതിൻ്റെതായ തച്ചുശാസ്ത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കലാമണ്ഡലത്തിൽ കൂത്തമ്പലമുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും അവിടെ ജാതിയുണ്ട്. പിന്നെ അത് പറയുമ്പോഴത്തേക്ക് ഉടനെ ഒരു ഡിവൈഎഫ്ഐക്കാരെ അവിടെ നിർത്താൻ മതം മാറി മുസ്ലിമായ ഒരാളെ അത് കയറ്റാൻ പറ്റില്ല. അത് നിലവിലുള്ള നിയമപ്രകാരം അത് ആക്കിയതാണ്. അതും സഖാക്കളുടെ വിവാദമാക്കിയതാണ്. കാരണം അതെ അവര് വിവാഹം ചെയ്ത ഒരു ഹിന്ദുവിനെ ആണ്. അതുകൊണ്ട് അവർ അന്ന് പ്രദീപ് മേനോനായിരുന്നു കൂടൽമാണിക്യം ദേവസ്വം പ്രസിഡന്റ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. പുള്ളിയായിട്ട് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നോക്കി, അപ്പം ഭർത്താവിൻ്റെ പേര് കണ്ടപ്പോൾ ഹിന്ദു, പിന്നെ മൻസിയ എന്ന് പറ്റുക. അപ്പോൾ മൻസിയ ഹിന്ദുക്കളുടെ പേര് കേട്ടപ്പോൾ മനസ്സിലാവത്തില്ല. ചില ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പല പേരുകൾക്കും. അതുകൊണ്ട് ഹിന്ദു ആണെന്ന് കരുതി. പക്ഷേ ഹിന്ദു അല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അകത്ത് അമ്പലം മതിൽക്കെട്ടിനകത്ത് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് പുറത്ത് വേണം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ മൻസിയയുടെ അതിനു മുമ്പത്തെ പ്രകടനങ്ങൾ കണ്ട് ചെങ്കൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത്. ഇത് ഈ രീതികളുണ്ടല്ലോ. ഇപ്പോൾ കഥകളി അമ്പലത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മുമ്പ് ഇത് ഇല്ലങ്ങളുടെ ഉള്ളിൽ മാത്രമൊക്കെയാണ് നടത്തിയത്. ഇത് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അതിൻ്റേതായ
പ്രക്ഷോഭം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. മാത്രമല്ല ഈ മറ്റേ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർക്ക് കഥകളി യോഗം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ അത് ഈ നവോത്ഥാനം വരുമ്പോൾ ഇതൊക്കെ വരും എന്ന് പറഞ്ഞ പോലെ. ഇതിൻ്റെ അകത്ത് ജാതി വിവേചനം എന്ന് പറഞ്ഞാൽ കഴകത്തിൻ്റെ അവിടെ ഇരിക്കുന്ന ഒരാൾ അയാളെ എടുത്തിട്ട് മറ്റിടത്തേക്ക് മാറിയെടുത്താണല്ലോ ഈ ജാതി വിവേചനം നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ആ CPM കമ്മിറ്റി ചെയ്തെടുത്താണ് ജാതി വിവേചനം ഉള്ളത്. ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അപ്പം അത് മാറ്റാതിരിക്കണം. രണ്ടാമത് വിവാദമാകുമ്പോൾ തിരിച്ചു മാറ്റുകയല്ല വേണ്ട. അങ്ങനെയല്ല വേണ്ടേ. അപ്പൊ ജാതി വിവേചനം കാണിച്ചിരിക്കുന്ന ആ കമ്മിറ്റിയാണ്, CPM ആണ്. ഇങ്ങനെ തന്നെ പറയുന്നത് എനിക്ക് അമ്പലത്തിന്റെ അകത്ത് ജാതി വിവേചനം അനുഭവപ്പെട്ടില്ല എന്നാണ്. തന്ത്രി മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതെ, അത് അല്ല, തന്ത്രി അല്ലല്ലോ സുനിലെ ഈ കഴകം പ്രവർത്തിച്ചിരിക്കുന്നത്. തന്ത്രി എല്ലാ ദിവസവും വന്ന് കഴകക്കാരോട് മിണ്ടണമെന്ന് പോലെ നിർബന്ധമുണ്ട്. അതെ, അല്ല, കഴകത്തിൽ ഈ കൂട്ടത്തിലിരിക്കുന്ന മാല കെട്ടുന്ന ആളുകൾ ഇദ്ദേഹത്തിനോട് ജാതി വിവേചനം കാണിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ആരോപണം ബാലുവിനില്ലല്ലോ. ഇല്ല, ബാലു പറയുന്നില്ല. അമ്പലത്തിൻ്റെ അകത്ത് ജാതി വിവേചനം അനുഭവിച്ചിട്ടില്ല ബാലു. അങ്ങനെ ഒരു ആരോപണം ഈ കമ്മിറ്റിക്കും ഇല്ലല്ലോ. അമ്പലത്തിന്റെ ഓഫീസിൽ ചെന്നിട്ട് കണക്കെഴുതാൻ ചെന്നപ്പോൾ അവിടെയും ജാതി വിവേചനം അനുഭവിച്ചിട്ടില്ല. ജാതി വിവേചനം കാണിച്ചു ആരാണ്? ഈ കമ്മിറ്റി കഴക സ്ഥലത്ത് നിന്ന് ജാതി വിവേചനം അനുഭവിക്കാതിരുന്ന ആ കഴകസ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി. ഇവർക്ക് ഇവിടെ നിന്ന് ബാലുവിനെ അങ്ങോട്ട് മാറ്റണമായിരുന്നു. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അറിയുന്ന കഥ അങ്ങനെയാണ്. ആ കാശ് മേടിച്ച ആളെ അവിടെ ജോലി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവിടെ വാര്യന്മാരെല്ലാം ഇരിക്കുന്നത്, നീ ഈഴവനായതുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് അവർക്ക് ഇഷ്ടക്കേടുണ്ടായി എന്നൊരു കഥയുണ്ടാക്കിക്കോ, ആ പേരും പറഞ്ഞ് നിന്നെ അങ്ങോട്ട് മാറ്റിയേക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. കാരണം ഓഫീസിലുള്ളവർ കോടതിയിൽ പോകും. കാരണം നിയമനം അങ്ങനെയല്ല. പെട്ടത് കൂടൽമാണിക്യം മാനേജിംഗ് കമ്മിറ്റിയാണ്. അതെ, അതിൻ്റെ പേരിൽ ഹിന്ദുക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഹിന്ദുക്കളുടെ നാശം ഹിന്ദുക്കൾ തന്നെയാണ്. അത് ഹിന്ദുക്കളെന്ന് പറയണ്ട, ദേവസ്വം ഭരണസം കൈയാളുന്ന ഈ ഇടതുപക്ഷക്കാർ ദേവസ്വത്തെയും ദേവചൈതന്യത്തെയും നശിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും, എന്തു വിവാദം ഉണ്ടാവും എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ബാലുവിൻ്റെ വിവാദം എന്ന് തോന്നുന്നു. അതങ്ങനെ വേണ്ടിയിരുന്നില്ല. കാരണം അതിന് അതെങ്ങനെയാണോ ഈ ആചാരങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചു വേണമല്ലോ. ക്ഷേത്രത്തിൻ്റെ അകത്ത് ആചാരങ്ങൾ മാറ്റുമ്പോൾ എല്ലാവരും കൂടി, ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അതല്ലേ പറയുന്നത്, സുപ്രീം കോടതി വിധിയുണ്ട്, പക്ഷേ എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് ആചാരങ്ങൾ മാറ്റുമ്പോൾ ചെയ്യാം. ശബരിമല നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് മാറ്റണം. RSSൽ പല ആളുകളുടെ അഭിപ്രായം സ്ത്രീകൾ പ്രവേശിക്കണം. ഇന്നും ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തപ്പോൾ TG പറഞ്ഞു ശബരിമല കാര്യത്തിൽ എനിക്ക് വേറെയാണ് അഭിപ്രായം. അതെ, വേറെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഹരിയുടെ അഭിപ്രായം വേറെയായിരുന്നു. അദ്ദേഹം പുസ്തകം തന്നെ എഴുതി. പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു പൊതുവായൊരു നയം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അതിൻ്റെ കൂടെ നിന്നു. അതെ, അതിൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളതുകൊണ്ട് അവരെ പുറത്താക്കുന്ന പാരമ്പര്യം CPMൻ്റെ പാരമ്പര്യം സംഘത്തിനില്ലല്ലോ. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായ പ്രക്ഷോഭം നടത്തി ഒരു സംഗതി മാറ്റണം എന്നുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുന്ന കാര്യമായിരിക്കണം. ഒരു ഭാര്യരെ അവിടെ ഇരുന്ന് ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളിടത്ത് ആ ഭാര്യരെ ചവിട്ടി പുറത്താക്കി താൻ വീട്ടിലേക്ക് പോടോ എന്ന് പറഞ്ഞിട്ട് വേറൊരാളവിടെ പ്രവേശിക്കണം എന്ന് പറയുന്നിടത്തല്ല വലിയ വിപ്ലവം ഞാൻ കാണുന്നത്. അതെ, ഏതായാലും CPM അജണ്ട ഒരിക്കൽ കൂടി ക്ഷേത്രത്തിൽ കാണുകയാണ്. അവിടെ ആരോ ചില ആളുകളുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ മൂലം ഒരാളെ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി കളിച്ച ഒരു നാടകമാണെന്ന ഒരു കഥ കാര്യമായി പ്രചരിക്കുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരില് ഇനിയും വോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കുതന്ത്രങ്ങൾ വേണം എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, മേടിച്ച കാശിന് പറഞ്ഞ ജോലി ചെയ്തു, പറഞ്ഞ ഉറപ്പ് പാലിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണെന്നാണ് കേൾക്കുന്നത്. നമുക്ക് കിട്ടിയ വിവരം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതായാലും പറഞ്ഞത്ര നിഷ്കളങ്കമല്ല അവിടുത്തെ കാര്യങ്ങൾ, ഒട്ടുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.